നമസ്കാരം കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ ഇന്ന് പുതിയൊരു കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. യെസ്, ഉപ്പുതോട്. മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പിരിച്ചു വിളിക്കിരിക്കുന്ന ഒരു അതികായകൻ്റെ നാടും കൂടിയാണ് ശരിക്കും ഉപ്പുതോട്. അപ്പോൾ ഉപ്പുതോടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മളങ്ങനെ പ്രകാശം നിന്ന് ഉപ്പുതോട് പോകുന്ന വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കിളിയറകണ്ടം വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കിളിയറകണ്ടത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചുരമൊക്കെ ഉണ്ട്. ഈ ചുരമൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഉപ്പുതോട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് അടിപൊളിയാണ്. മഴക്കാലത്താണെങ്കിൽ നല്ല കോടമഞ്ഞും വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഉപ്പുതോട് ഗ്രാമത്തിൻ്റെ ഒരു വിശാലമായ ഒരു കാഴ്ച, ഇത് ഈ കാണുന്ന 2 മലകളില്ലേ, ഇതിൻ്റെ താഴ്വാരത്താണ് ഉപ്പുതോട് എന്ന് പറയുന്ന ഗ്രാമസ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടവും കൂടിയാണ്. യാത്ര കൊണ്ട് തുടരാല്ലേ. നമ്മൾ ഈ ചേലച്ചോട് പ്രകാശ് വഴിയില്ലേ, അതായത് കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടി ചേലച്ചോട്ടിൽ നിന്ന് ഉപ്പുതോട് കൂടി പ്രകാശ് പോകുമ്പോൾ നമ്മൾ ഇതുവഴിയാണ് യാത്ര ചെയ്ത് തന്നെ. ഇതുകൂടാതെ ഉപ്പുതോടിൽ നിന്ന് കരിക്കമ്മേട് കൂടിയിട്ട് പ്രകാശിലെത്താനും വഴിയുണ്ട് കേട്ടോ. അത് നല്ല വഴിയാണ്. പക്ഷേ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വഴി കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. എന്നാലും കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചേലച്ചോടിലും വണ്ണപ്പുറത്തിനും ഒക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴിയാണ്. ഇതിലൂടെ KSRTC ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ ബസ് ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നമ്മുടെ കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു ബസ് സർവീസ് ഇതിലൂടെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ താഴേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്. ചുരം ഇറങ്ങി ഏറ്റവും താഴേക്ക് നമ്മളെത്തി. നമ്മൾ ആദ്യം കണ്ട മലയില്ലേ, ആ മലയുടെ ഏറ്റവും അടിവാരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുതൽ നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാൻ പറ്റും, കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും വഴി ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ഏലം, കൊക്കോ, ജാതി അങ്ങനെയുള്ള മിക്സഡ് കൃഷി രീതിയാണ് നമ്മുടെ ഈ ഉപ്പുതോട് എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ളത്. ശരിക്കും നമുക്കിവിടെ ഈ ഒരു വളവൊക്കെ തിരിഞ്ഞ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു ചെറിയ കട നമുക്ക് കാണാൻ പറ്റും. ഒരു ഹൈലൈറ്റ് ആണ്. വൈകുന്നേരങ്ങളിൽ മാത്രം വല്ലപ്പോഴും തുറന്നു വെക്കുന്ന ഒരു കടയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ യാത്ര മുമ്പോട്ട് തന്നെ കേട്ടോ. നമ്മളങ്ങനെ ചെറിയ ഇടുങ്ങിയ വഴി കൂടെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട്, അതുപോലെ തന്നെ കൃഷിയിടങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖൻ്റെ നാടാണെന്ന്. നമ്മുടെ PT തോമസിൻ്റെ വീടിരിക്കുന്ന ഈ ഒരു മേഖലയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നാടും ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു കിഡിലൻ ഫാം നമുക്ക് കാണാൻ പറ്റും. റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുമേ. നല്ലൊരു കൃഷിക്കാരനാണ്. പക്ഷേ റോട്ടിൽ കയറ്റി കരിമ്പ് കെട്ടാക്കണേ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഷ് ഫാമിൻ്റെ ഒരു കേന്ദ്രം, അതുപോലെ കൃഷിയിടങ്ങളെ എല്ലാം കണ്ട് നമുക്ക് ഈ യാത്ര കൊണ്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ സ്ഥലങ്ങളാണ്, വലിയ പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊന്നുമല്ല. അതായത് നമ്മൾ ചാലി സിറ്റിയിൽ നിന്ന് ഉപ്പുതോട് കഴിഞ്ഞ് പ്രകാശിന് പോകുമ്പോൾ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ജവാൻ സിറ്റിയാണ്. അപ്പോൾ ഈ നമ്മൾ ജവാൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണും, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ അങ്ങേ സൈഡിലൊരു റോഡുണ്ട്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത്. ഇതിൻ്റെ താഴെ ഒരു തോടുണ്ട്. ഈ തോടിൻ്റെ അക്കരെ ആ കാണുന്നത് വാത്തിക്കുടി പഞ്ചായത്തുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകളെ ഉള്ള ഒരു സ്ഥലമാണ് ഉപ്പുതോട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രകാശിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ബിജി പുൽക്കയത്ത്. എത്ര വർഷമായി ഇവിടെ താമസിച്ചിട്ട്? 55 വർഷമായി. ഞങ്ങൾ ഇവിടുത്തെ ഒരു ചരിത്രമൊക്കെ ഒന്ന് പറയാമോ? ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മുടെ ഇവിടെ നേരത്തെ അച്ചാച്ചനൊക്കെ വന്ന സമയത്ത് ആനയൊക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ എനിക്ക് 54 വയസ്സുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോഴും റോഡുകൾ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് സെറ്റിലായിട്ടില്ല.
ഇതൊരു ലൈബ്രറി ബിൽഡിംഗ് ആണ് കേട്ടോ, ജീവ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു കുറച്ച് പഴയ മോഡൽ ബിൽഡിങ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഫുള്ള് തട്ടിയിട്ടാണ്. അതിനോട് ചേർന്നൊരു കടയുണ്ട്, അവിടെ ഒരു കടയുണ്ട്. പിന്നെ ഇതിനോട് ചേർന്നൊരു കുരിശുപള്ളിയുണ്ട്. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ജവാൻ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കുറച്ചൊന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പേരെന്നാ? ശശി. ശശിയില്ലേ? എത്ര വർഷമായി കട തുടങ്ങാൻ തുടങ്ങിയിട്ട്? 35 വർഷമായി. 35 വർഷമായി. 35 വർഷമായി. ഇവിടെ ജവാൻ സിറ്റി എന്ന് പേര് വരാൻ കാരണം എന്നാ? അത് ആദ്യകാലത്ത് ഇവിടെ 2-3 പട്ടാളക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ എട്ടായി വന്നു കഴിയുമ്പോൾ അങ്ങനെ അതൊരു ഇന്നത്തെ കാലത്ത് പെട്ടെന്നേ ഉള്ളൂ. അങ്ങനെ പട്ടാളക്കാർ വന്നതിന് ശേഷമാണ് ജവാൻ സിറ്റി ആയത്. അങ്ങനെ പട്ടാളത്തിലുണ്ടായിരുന്നൊരു പെൻഷനൊക്കെ വന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നൊരു രണ്ടായിട്ട് തോന്നി, അങ്ങനെ ഇട്ടെന്ന് മാത്രം. നമ്മുടെ പി.ടി. തോമസിൻ്റെ നാട് ഇതല്ലേ? P.T. തോമസിൻ്റെ ഒക്കെ കിട്ടും ആണ്. ഓക്കെ. ശരിക്കും നമ്മളിപ്പോൾ നിന്നിരിക്കുന്ന സിറ്റിയുടെ പേര് ജവാൻ സിറ്റി എന്നാണ്. നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കഥകളും വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ? അവിടെ നിന്ന് നമ്മൾ ദേ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ശരിക്കും ഇനി നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറേ കടകളും അതുപോലെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെ നിന്നാണ് രാജമുടിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നമുക്ക് തോപ്രാംകുടിക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ നിരവധിയായിട്ടുള്ള വീടുകൾ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ ആദ്യം കണ്ട മലയല്ലേ, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളെ കാണിച്ച ആ മലയുടെ ഏറ്റവും അടിഭാഗത്തോടെ ഒരു താഴ്വാരത്തോടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ഏതൊരു കാലാവസ്ഥയാണെങ്കിലും ജീവിക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായിരിക്കുന്ന നാടാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കൃഷികളും. നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം ചെറിയൊരു ഗ്രൗണ്ടും ചെറിയ സ്ഥലം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ സൈഡിൽ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു UP സ്കൂളിന്റെ കാഴ്ച കാണാം. എന്താണെങ്കിലും നമുക്ക് അവിടെ ചെന്നിട്ട് സ്കൂളിന്റെ കാഴ്ചകൾ ഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്കൂളിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ. ഗവൺമെൻറ് UP സ്കൂൾ ഉപ്പുതോട് കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലയുടെ നേതൃത്വത്തിലുള്ള സ്കൂളാണ്. നമുക്ക് എന്താണെങ്കിലും സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി പോയാലോ? യെസ്. അപ്പോൾ സ്കൂള് എന്താണെങ്കിലും കുട്ടികളില്ലാത്തതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അല്ലേ? യെസ്. ഇതാണ് ഗവൺമെൻറ് UP സ്കൂൾ ഉപ്പുതോട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കൂട്ടുകാരെ, ആ സ്കൂളിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടുത്തത് നമ്മൾ ഉപ്പുതോട് ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് കേട്ടോ. ഒരു മെയിൻ ജംഗ്ഷനാണ് ഉപ്പുതോട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഇടത്തേക്ക് ഒരു വഴി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് കരിക്കമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി പോകുന്ന വഴിയാണ്. ഇവിടെയാണ് ഉപ്പുതോടിൻ്റെ യൂണിയൻ ബാങ്കിൻ്റെ ശാഖയുള്ളത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പുതോടിലുള്ള റേഷൻ കട സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ അധികം കാഴ്ചകളുണ്ട് കേട്ടോ. ശരിക്കും പഴമയുടെ അതേപോലെ നിൽക്കുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ റേഷൻ കട സിറ്റിയിലാണ് ഈ ഗ്രാമത്തിലൊരു ബാങ്ക് ഉള്ളത്. അതും യൂണിയൻ ബാങ്കിൻ്റെ ശാഖയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ കരിമ്പൻ മുരിക്കാശ്ശേരി റൂട്ടിലെ ചാലിക്കട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഉപ്പുതോട്ടിലേക്ക് നമ്മൾ ആ വഴി വരുമ്പോൾ എൻട്രി ചെയ്യേണ്ടത്. ഈ ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ആദ്യം കണ്ടത് ജവാൻ സിറ്റിയാണ്. അത് കഴിഞ്ഞ റേഷൻ കട സിറ്റിയാണ്. ഇനി നമ്മൾ ഉപ്പുതോട് ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇടുക്കിയിലെല്ലാം സിറ്റികൾ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ദേ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പള്ളിയും സ്കൂളും നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ ഉപ്പുതോട് ഗ്രാമത്തിലെത്തി. ഈ
കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കരിക്കമേട് കൂടി പ്രകാശന് പോകാൻ പറ്റുന്ന വഴിയാണ്. ഈ വഴി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കയറി പോകുന്ന വഴിക്കാണ് ഈ ഗ്രാമത്തിൻ്റെ ഹൈസ്കൂളുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മേളിൽ കുറേ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കടകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ കടകളുണ്ട്. ഇത് ശരിക്കും മാവേലി സ്റ്റോറാണ്. എല്ലാവിധ ഫെസിലിറ്റി ഉള്ള ഒരു അടിപൊളി ഗ്രാമമാണ് നമ്മൾ ഉപ്പുതോട് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ച് അല്പം എനർജിയൊക്കെ കിട്ടി നേരെ ഉപ്പുതോട് ഗ്രാമത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ മുക്കും മൂലയൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്രൗഡുള്ള ഒരു അത്യാവശ്യം നല്ലൊരു ഗ്രാമമാണ് ഉപ്പുതോട് എന്ന് പറയുന്നത്. ഇതിലൂടെ 4-5 ബസ്സുകൾ മാത്രമാണ് സർവീസ് ഉള്ളത് കേട്ടോ. ഈ ബസ് ഇങ്ങനെ കയറിയിട്ട് നേരെ രാജമുടി കൂടി തോപ്രാംകുടിയും അതുപോലെ മുരിക്കാശ്ശേരിയൊക്കെ പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകൾ അടിപൊളി തന്നെയാണ്. ഇവിടെ നിന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പള്ളിയിലേക്കും വില്ലേജ് ഓഫീസിലേക്കും ഒക്കെ കയറി പോകുന്നത്. എൻ്റെ പേര് ഭാസ്കരൻ PP പറ്റയിൽ. ഉപ്പുതോട് പേര് പറയാൻ കാരണം ആന വന്ന് വെള്ളം കുടിച്ചുകൊണ്ട് സ്ഥലമായിരുന്നു എന്നാണ് എൻ്റെ അറിവിരിക്കുന്നത്. ആനയ്ക്ക് ഏറ്റവും ഉപ്പ് രസം കലർന്ന വെള്ളം വരണമെന്ന് ഇഷ്ടം. എൻ്റെ പേര് തോംസൂട്ടി ജോസഫ്. ഏറെക്കുറെ 1957 അടുത്താണ് ഇവിടെ കുടിയേറ്റം ഉണ്ടായത്. ഇത് കൂടുതലും പെരുവന്താനത്ത് നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ കുടിയേറിയിട്ടുള്ളത്. പിന്നെ ചാലിക്കസിറ്റി ഭാഗത്ത് പാലാ സൈഡിൽ നിന്ന് വന്ന ആൾക്കാരും കുടിയേറിയിട്ടുണ്ട്. ഉപ്പോടെന്ന് പറയുന്ന 3 പഞ്ചായത്തുകളാണ്. ഒന്ന് മരിയാപുരം, വാത്തിക്കുടി, കാമാക്ഷി, അങ്ങനെ 3 പഞ്ചായത്തിൻ്റെ സംഗമ കേന്ദ്രമാണ് ഉപ്പോടെന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം ഈ പ്രദേശത്ത് എല്ലാം കൂടെ കൂടി ഉപ്പോട് പ്രദേശത്ത് 10-30,000-ഓളം ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആദ്യകാലത്തൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങോട്ട് വാഹന സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാം സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട്. ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ എല്ലാവിധ വികസനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ്സിൻ്റെ ഒരു കുറവുണ്ട്. ആൾക്കാർക്ക് യാത്രാ സൗകര്യം വളരെ കുറവാണ്. ഓരോ ഗ്രാമത്തിനും ഓരോ ചരിത്രങ്ങളുണ്ട് അല്ലേ? ഈ ഗ്രാമത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. പെരുവന്താനത്ത് നിന്ന് കുടിയേറിയിരിക്കുന്ന ആളുകളാണ് കൂടുതലും ഈ ഉപ്പുതറ മേഖലയിൽ താമസിക്കണേ എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാണ് ഈ ഗ്രാമത്തിൽ ഒരു കുരിശുപള്ളി ഇരിക്കുന്ന കാഴ്ച കണ്ടില്ലേ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പള്ളിയിലേക്ക് കയറി പോകുന്നത്. ഈ ഗ്രാമത്തിൽ നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ആശുപത്രികൾ, അംഗൻവാടികൾ, വില്ലേജ് ഓഫീസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ 2018 ഒരു തീരാ നോവായിട്ട് ഒരു സ്മാരകവും കൂടി ഈ ഒരു ഗ്രാമത്തിലുണ്ട് കേട്ടോ. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ഉപ്പുതോട് എന്ന് പറയുന്നത് നമ്മുടെ കരിമ മുരിക്കാശ്ശേരി റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളിലേക്ക് കയറി വന്നാൽ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് ഉപ്പുതോട് എന്ന് പറയുന്നത്. നമ്മൾ ഉപ്പുതോട് ഗ്രാമത്തിൻ്റെ ചരിത്രവും വിശേഷമൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ ബാക്കി കാണാനാണ് ഈ ഗ്രാമത്തിലെ പള്ളി കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറി പോയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇവിടുത്തെ ഒരു ഹൈസ്കൂളുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? അങ്ങനെ നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ പള്ളി കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇതിലൂടെ നമ്മൾ കവർ ചെയ്തിട്ട് തിരിച്ച് ഹൈസ്കൂളിൽ ഇരിക്കുന്ന മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചാണ് പോയത്. പക്ഷേ പണി 8 എനിക്ക് കിട്ടി. പിന്നാലെ ഞാൻ പറയാം. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ പള്ളിയുടെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഈ ഗ്രാമത്തിലെ ഒരു വില്ലേജ് ഓഫീസിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വില്ലേജ് ഓഫീസ്. അതിനോട് ചേർന്ന് തന്നെ ഉണ്ടോ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. 2018 മഹാപ്രളയത്തിൻ്റെ സ്മാരകം. ശരിക്കും ഉപ്പുതോട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി പണിതിരിക്കുന്ന ഒരു സ്മാരകത്തിൻ്റെ കാഴ്ചയാണ്. ടിൻറ്റ് കാർക്കാംതൊട്ടിയിൽ മാത്യു അയ്യപ്പൻ കുന്നേൽ, രാജമ്മ അയ്യപ്പൻ കുന്നേൽ, വിശാൽ അയ്യപ്പൻ കുന്നേൽ, അത്രയും ആളുകളാണ് മരണപ്പെട്ട് പോയത്. ഉപ്പുതോടുണ്ടായിരിക്കുന്ന ഒരു വലിയ ഉരുൾപൊട്ടലായിരുന്നു കേട്ടോ. ആ ഉരുൾപൊട്ടൽ തുടങ്ങിയിരിക്കുന്ന ഒരു മേഖലയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമല്ലോ. 2018 പ്രളയത്തിൻ്റെ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ് സത്യത്തിൽ ഈ സ്മാരകം കേട്ടോ. അന്നത്തെ ഉരുൾപൊട്ടലിൽ കാണാതെ പോയിരിക്കുന്ന ഒരു ടീച്ചറെ ഇന്നും ഇവിടെ കിട്ടാതെ കിടക്കുകയാണ്. അപ്പോൾ അത് ഒക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് അവിടുന്ന് കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമത്തിലെ പള്ളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോയി നമുക്ക്
നമ്മളങ്ങനെ ഉപ്പോട് സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ ഒരു മുറ്റത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. പള്ളിയുടെ കാഴ്ച ഒന്ന് കണ്ടാലോ, അടിപൊളി ഒരു പള്ളിയാണ്. അപ്പോൾ ഇവിടുന്ന് പള്ളിയും കണ്ടിട്ട് നമ്മൾ സ്കൂള് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആദ്യം കേട്ടു അല്ലേ, കുടിയേറ്റ ഒരു ഗ്രാമമാണ് ഉപ്പുതോട് എന്ന് പറയുന്നത്. അപ്പോൾ കുടിയേറ്റ കാലഘട്ടത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു പള്ളിയാണ് നമ്മൾ കാണുന്നത്. സെൻറ്റ് ജോസഫ് ചർച്ച് ഉപ്പുതോട് എന്നാണ്. ഇത് ഏതാണ്ട് 1947 ഇവിടെ പള്ളി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. എന്നാലും ഈ ഒരു ഗ്രാമത്തിൻ്റെ തെളിവുക്കുറിയായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകളൊക്കെ കണ്ടോ, അതൊക്കെ കരിക്കമേട് എന്ന് പറയുന്ന ആ സ്ഥലമാണ് കേട്ടോ. ഞാൻ ആ പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ മഴയായിപ്പോയി. ശരിക്കും ഇടുക്കിയിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇപ്പം മഴ പെയ്യാവുന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ വന്നപ്പം ഡ്രോണൊക്കെ ആദ്യം ഒന്ന് പൊക്കി, ഞാൻ 2 ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഴയായി. രണ്ടാമത് വീണ്ടും ഡ്രോൺ പൊക്കി, അത് അത്യാവശ്യം നല്ല ക്ലിപ്പൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയായി. അപ്പോൾ ഇനി നമ്മൾ ഉപ്പുതോട് ഗ്രാമത്തിൻ്റെ സ്കൂളിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കരിക്കമ്പേട് കൂടി പ്രകാശിന് നമുക്ക് പോകാൻ പറ്റും. നമ്മളിത് കയറി വന്ന വഴി ഇതാണ് കേട്ടോ, സെൻറ്റ് ജോസഫ് ചർച്ച് ഉപ്പുതോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ വഴി മുമ്പോട്ട് പോകുമ്പോൾ നേരെ ഉപ്പുതോട് നമ്മൾ ആദ്യം കണ്ട ജംഗ്ഷനിലെ അങ്ങോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം ഉപ്പുതോട് കൂടി പ്രകാശ് കൂടി പോകുന്ന ആളുകൾക്ക് ഉപ്പുതോട്ടിൽ നിന്ന് ഈ കരിക്കമ്പേട് വഴി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. വഴി നല്ല വഴിയാണ്, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ കുറച്ച് കൊടും വളവുകളുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക കേട്ടോ. നമ്മുടെ ഉപ്പുതോട് സെൻറ്റ് ജോസഫ് ഹൈസ്കൂള് ഉപ്പുതോട് എന്ന് പറഞ്ഞ ആ ഒരു സ്കൂളിലെ കാഴ്ചയാണ്. അപ്പോൾ നേരെ നല്ല മഴയായി, ഇതാണ് അവസ്ഥ. അപ്പോൾ മഴ കൂടുതലുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഉപ്പുതോട് ഗ്രാമത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറി അഭയം പ്രാപിക്കട്ടെ, ഇല്ലെങ്കിൽ മൊത്തം ഞാൻ നനഞ്ഞു കുളിക്കും. അത്യാവശ്യം ഏതാണ്ട് ഒരു മണിക്കൂർ അടുത്ത് നിന്നാൽ നല്ല കിടിലം മഴയായിരുന്നു കേട്ടോ പെയ്തോണ്ടിരുന്നത്. എൻ്റെ പൊന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി. കാരണം വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് പോയി തിരിച്ചു പോയി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് രാവിലെ വന്ന് ഉപ്പുതോട് വീഡിയോ എടുത്തത് കേട്ടോ. എന്തും മഴയായിരുന്നു എന്നറിയാം, ഒരു രക്ഷയില്ലാത്ത മഴ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ ഭയങ്കര മഴ പെയ്യില്ലേ, അതുപോലത്തെ മഴയായിരുന്നു പെയ്തത്. നമ്മൾ ചാരി സിറ്റിയിൽ നിന്ന് ഉപ്പുതോടിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ജംഗ്ഷനാണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയാലും നമ്മൾ മുരിക്കാശ്ശേരി കരിമർ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ആളുകളുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിക്രിയേഷൻ ക്ലബ്ബുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചാരി സിറ്റിയിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര ചെയ്തിട്ട് ചാരി സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഉപ്പുതോടിന് യാത്ര ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മളങ്ങനെ ഉപ്പുതോടിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ചാലി സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന വഴി ശരിക്കും കരിമ്പൻ മുരിക്കാശ്ശേരി റൂട്ടാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോയാലാണ് നമുക്ക് ഉപ്പുതോടിന് കയറി പോകാൻ പറ്റണം. അവിടെ ഒരു കുരിശുപള്ളി ഉണ്ടോ, ആ കുരിശുപള്ളി രാത്രി കാണാൻ അടിപൊളിയാട്ടോ. അതിൻ്റെ ലൈറ്റൊക്കെ കിട്ടുക നല്ല ഗംഭീരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കിങ്ങനെ ന്യൂ മൗണ്ടിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി ഒരു വഴിയുണ്ട്. അതുപോലെ ഈ വഴി പോയി കഴിഞ്ഞാൽ ചേരച്ചോട് നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ കിടക്കണ്ട. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആൻഡോപുരം കൂടിയിട്ട് ചേരച്ചോട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, രാവിലെ നമ്മൾ കിളിയാർകണ്ടം തൊട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ ഉപ്പുതോടിൻ്റെ ഗ്രാമത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ആദ്യം ജവാൻ സിറ്റി കണ്ടു, അത് കഴിഞ്ഞ് റേഷൻ കട സിറ്റി കണ്ടു, പിന്നെ ഉപ്പുതോട് ഗ്രാമം കണ്ടു. ഇപ്പോൾ നമ്മൾ ചാലി സിറ്റിയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.